ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല വളരെ ലുക്കുള്ളൊരു വീടാണെന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഇതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. കണ്ട 2 കാർ പോർച്ചൊക്കെ ഉണ്ട്. പിന്നെ മുറ്റം എന്നൊക്കെ പറഞ്ഞാൽ കണ്ട നല്ല ഭംഗിയുള്ള മുറ്റമാണ്. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ കേരളത്തിലെവിടെയും നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റ് ചിലവുകളോ ഇല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് വീടിൻ്റെ ഓണറോട് കച്ചവടം നടത്താൻ പറ്റും. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇവിടെ നിങ്ങളുടെ കയറി ചെല്ലണം നിങ്ങളുടെ ലിവിങ് ഏരിയ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലിവിങ് ഏരിയയാണിത്. കാരണം ഇതിൻ്റെ മുകളിലാണെങ്കിൽ ബാൽക്കണിയിലോട്ട് പോകാനുള്ളൊരു വേ കൊടുത്തേക്കുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി ഇതായിട്ടാണ് കൊടുത്തേക്കണത്. വീടിൻ്റെ ഇൻറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ലുക്കാണ്. നിങ്ങളിപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ മനസ്സിലാവും. പിന്നെയാണെങ്കിൽ ഈ വീടിനകത്ത് അടിപൊളി ഒരു ഹോം തിയേറ്റർ ഉണ്ട്. കണ്ട അടിപൊളി ലുക്ക് ഒരു ഹോം തിയേറ്റർ വരെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു വീടാണിത്. അത് അധികം പഴക്കവും കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളി സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണ ഒരു അടിപൊളി വീടെന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണം. കാരണം എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കാരണം പലരും ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പറയണില്ല, വില പറയണില്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ നിങ്ങളിത് കേൾക്കാതെ പോവും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ആദ്യം എൻ്റെ ഫ്രണ്ടിൽ നമ്പർ കണ്ടിട്ട് അപ്പം തന്നെ വിളിച്ച് അല്ലെങ്കിൽ കമൻ്റ് ഇടും ഇതെവിടെയാണെന്ന്, ഇതിൻ്റെ പ്രൈസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. നിങ്ങൾ വീഡിയോ കണ്ടുകഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും ഇതെവിടെയാണ് ഈ വീട്. കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം തുടങ്ങി മലപ്പുറം വരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അല്ലാതെ ഇതിന് വെറുതെ കമൻ്റ് ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇതില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളിത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു വീടിൻ്റെ. അപ്പോൾ എല്ലായിടത്തും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്ത് മാത്രമല്ല. ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിച്ചണാണ്. നമ്മൾ വീട് പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കണ്ട കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയി നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരു ഇതാണ്. ഇതിൻ്റെ കിച്ചണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങളപ്പോൾ ഇത് ശ്രദ്ധിച്ച് കാണണം. കാരണം ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ മിസ്സായി പോകും. ഇത് സെക്കൻഡ് കിച്ചണാണിത്. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ്. ഇനി ഇതിൻ്റെ വെളിയിലായിട്ട് ഇനി നമുക്ക് തീ കത്തിക്കണ്ട CCTV ഒക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്നാലും പുറത്താരെങ്കിലുമൊക്കെ വന്നാൽ കാണാൻ പറ്റും. എല്ലായിടത്തും 2 കിച്ചണിലും ഹോബും കാര്യങ്ങളൊക്കെ ചിമ്മിനിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിപ്പോൾ അത്യാവശ്യം അഴുക്ക് പിടിക്കുന്ന ഒരു ഇതൊക്കെ ഉള്ളതേ പോകുക. അതിനു വേണ്ടി പുറത്ത് വേറെ അടപ്പും കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ നിന്നാണെങ്കിൽ ഒരു താഴത്തോട്ടൊരു ഫ്ലോറും കൂടിയുണ്ട്. ഈ വീടിന് മൊത്തം 3 ഫ്ലോറാണ്. അപ്പോൾ താഴത്ത് ഇതേവിടെ തന്നെ ഒരു വലിയ ഹാള് റൂമൊക്കെ ആയിട്ട് താഴത്തുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ ഇതിൻ്റെ താഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AC പോലും വേണ്ട. അതേ കൂട്ടത്തൊരു സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു റൂമാണ്. വലിയൊരു റൂമാണിത്. ഇതിപ്പോൾ ഇവർ സ്റ്റോറേജ് ആ ഒരു ഇതായിട്ടാണ് നോക്കണത്. ഇവിടെ തന്നെ ഇനി ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ടൗണിലോട്ടാണെങ്കിൽ ഏകദേശം ഒരു നിസ്സാര ദൂരമുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബെഡ്റൂം. ബെഡ്റൂമൊക്കെ നല്ല അടിപൊളി ഇൻറ്റീരിയലൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. കബോർഡ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഒരു ഫിനിഷ് ചെയ്തിട്ടേക്കണതാണ്. ഇനി ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയയാണിത്. എല്ലാ റൂമിനും ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് കബോർഡ്. അപ്പോൾ അതും നല്ല ലുക്കാണ്. ഇതാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്.
ഇവിടെ നിങ്ങളുടെ ഡൈനിങ് ഏരിയയുടെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല ലുക്കാണിത്. ഇതാണ് നിങ്ങൾ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതും നല്ലൊരു ലുക്ക് ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനും ഈ ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഇതിനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കബോർഡും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ ഡ്രസ്സിങ് കബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാത്റൂം ഇതാണ്, ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലോട്ട്, ഇപ്പോൾ നമ്മൾ 2 ഫ്ലോർ ഓൾറെഡി കണ്ട്. ഇനി നമുക്ക് മുകളിലോട്ടല്ല, മുകളിലാണ് നമ്മുടെ ഹോം തിയേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. and ഇതാണ് മുകളിലത്തെ ഹാള്. ഈ മുകളിലത്തെ ഹാളിൽ നിന്നൊക്കെ ബാൽക്കണിയിലോട്ട് പോകുമ്പോഴാണ് ഈ പാലം പോലെ സെറ്റ് ചെയ്തേക്കണം. അങ്ങനെ ഇതിൻ്റെയും സീലിംഗ് ഇൻറ്റീരിയലൊക്കെ എല്ലാം ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. കണ്ട, പക്കാ ലുക്കാണ്. കണ്ട, നമ്മൾ ഇതിൽ കൂടി അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാൽക്കണിയിലോട്ടാണ് ചെല്ലണം. അത് തന്നെ ഒരു വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ വീടുകളിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ബാൽക്കണിയിലോട്ട് പോകാൻ ഒരു പാലമൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കണത്. അപ്പോൾ അത്രയും ഒരു ലുക്കിലാണ് ഈ വീട് റെഡിയാക്കേണ്ടത്. അതിൻ്റെ ചുറ്റുപാടൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ലുക്കാണ്. നമ്മൾ ഏതാണ്ട് 3 ടൂർ പോയുണ്ട. ചുറ്റിനൊക്കെ നല്ല നല്ല വീടുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യണത്. ഇതിൻ്റെ സെയിം മോഡൽ തന്നെ നല്ല ഗ്രാൻഡായിട്ടുള്ള അയൽക്കാരും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എന്താ, ടാർ റോഡാണ് ഫ്രണ്ടേജ് തന്നെ. ഇതാണ് മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂം. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഈ കാണുന്നത്. ഇതും ഒരേ ബാത്റൂം നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതും എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചാണ്. ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയയാണ് ഈ കാണുന്നത്. എല്ലാ മെറ്റീരിയലും ബ്രാൻഡഡാണ്. ഒരെണ്ണം പോലും ഒരു സാധനം പോലും ഇവിടെ ലോക്കൽ ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളതാണ്. അതുപോലെ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണ് ഇത്. മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം. അപ്പോൾ ഏകദേശം 5 ബെഡ്റൂമിന് മുകളിലുണ്ട് ഈ വീട്ടിൽ. കാരണം ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലടക്കമേ അല്ല, ഇത് നല്ല ലെങ്ത്തുള്ള വലിയൊരു ബെഡ്റൂമാണിത്. ഇനി ഇതിൻ്റെ ബാത്റൂമൊക്കെ കാണാം. എല്ലാ ഇതിനും ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വേണ്ട, ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്താണ് എല്ലാം ചെയ്തേക്കണം. അല്ലേ, ഇതിൻ്റെ ബാത്റൂമാണ് ഈ കാണുന്നത്. പിന്നെ ഹോം തിയേറ്റർ കാണാം. അല്ല, ഇതാണ് ഹോം തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഇതിൻ്റെ അകത്ത് ലൈറ്റ് അറിയാമല്ലോ. ഹോം തിയേറ്ററിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തൊരു കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ കിടന്ന് കാണാം, പിന്നെ ഇരുന്ന് കാണാൻ വേണ്ടിയുള്ള സെറ്റപ്പ് അത് വേറെയുണ്ട്. ഇനി ഈ വീട് സ്ഥിതി ചെയ്യണത് ഇത് കാഞ്ഞിരപ്പള്ളി ടൗണിനടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യണത്. ഈ വീട് 20 സെൻറ്റ് സ്ഥലവും 4600 സ്ക്വയർ ഫീറ്റുമാണ്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 2 കോടി രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ.